വിളപ്പിശാല വാർഡിൽ ശക്തമായ മത്സരത്തിനാണ് ബി.ജെ.പി. കളമൊരുക്കുന്നത്. അതുകൊണ്ടുതന്നെ എൻ.ഡി.എ ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി രംഗത്തിറക്കിയിരിക്കുന്നത് പി. സൗമ്യയെയാണ്. മാറാനുറച്ച് വിളപ്പിശാല, മാറ്റത്തിനായി ബി.ജെ.പി. എന്ന മുദ്രാവാക്യമുയർത്തിയാണ് വിളപ്പിശാലയിലെ പോരാട്ടം. എല്ലാ വാർഡുകളിലും ബി.ജെ.പി. എൻ.ഡി.എ സഖ്യം വിജയിക്കുമെന്ന് സ്ഥാനാർത്ഥിയായ സൗമ്യ പറയുന്നു. നമസ്കാരം. തിരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന ഒരു സമയത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഞങ്ങൾ ഓരോ സ്ഥാനാർത്ഥികളെയും കണ്ട് യാത്രകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത് വിളപ്പിശാലയിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥി സൗമ്യയുടെ അടുത്താണ്. നമുക്ക് സൗമ്യയോട് ചോദിക്കാം എന്തൊക്കെയാണ് തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ എന്ന് ചോദിക്കാം. സൗമ്യ, എവിടം വരെയായി ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങളൊക്കെ? ശരിക്കും പ്രചരണമൊക്കെ തുടങ്ങി. ഏതൊക്കെ സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ട് ഇപ്പോൾ വിളപ്പിശാല വാർഡിലെ നമുക്ക് ഉൾപ്പെടുന്ന എല്ലാ വാർഡുകളും കവർ ചെയ്ത് ഏകദേശം എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഈ ശരിക്കും നമ്മള് കേന്ദ്ര സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങളൊക്കെയാണോ സാധാരണക്കാരോട് പറയുന്നത്? അതെ. അപ്പൊ ആൾക്കാരുടെ റെസ്പോൺസ് എങ്ങനെയുണ്ട് ഇപ്പം ഈ പോയ സമയത്തൊക്കെ? എങ്ങനെ എല്ലാവർക്കും ഒരു മാറ്റം ആവശ്യമാണെന്നാണ് എല്ലാവരുടെ അഭിപ്രായങ്ങൾ പറയുന്നത്. അപ്പോൾ അത് അവരിനെ കൂടുതൽ ആൾക്കാരിലേക്ക് ഇങ്ങനെ നമ്മൾ വോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ആൾക്കാരെ വീണ്ടും വീണ്ടും കാണുന്നില്ലേ? കാണുന്നുണ്ട്. ശരിക്കും ഇത്തവണ ബി.ജെ.പിക്ക് എത്രത്തോളം സാധ്യതയുണ്ട് ഇവിടെ മണ്ഡലത്തിൽ? എല്ലാ വാർഡുകളിലും വിജയം ഉണ്ടാകുമോ? വിജയം ഉണ്ടാവും, ഉറപ്പായിട്ടും 100% വിജയം ഉണ്ടാവും. അതെന്താണ് അങ്ങനെ ഒരു ചിന്തയ്ക്കുള്ളത്? എല്ലാവരും ഒരു മാറ്റത്തിനാണ്, മാറ്റം വേണമെന്ന് ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വിശ്വാസം കിട്ടും. നേരത്തെ വിളപ്പിശാല പഞ്ചായത്തിൽ ബി.ജെ.പിക്ക് അനുകൂലമായ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു. പല സ്ഥലങ്ങളിലും ബി.ജെ.പി. സ്ഥാനാർത്ഥികൾ വിജയിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്തവണ പഞ്ചായത്ത് ഭരണം ബി.ജെ.പിക്ക് കിട്ടുമെന്നുള്ളൊരു ട്രെൻഡ് ഉണ്ട് അല്ലേ? അതിപ്പോ എന്തായിരുന്നാലും നല്ല വിജയ പ്രതീക്ഷയുമുണ്ട്. തീർച്ചയായും നമ്മൾ പറഞ്ഞതുപോലെ ഇവിടെ സൗമ്യ ഒരു വിജയ പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. കാരണം വിളപ്പിശാല വാർഡിൽ നേരത്തെ തന്നെ ബി.ജെ.പിക്ക് വ്യക്തമായ മുൻതൂക്കം ഉണ്ടായിരുന്നു. ആ മുൻതൂക്കം ഇത്തവണ ഭരണത്തിലേക്ക് മാറും എന്നാണ് സൗമ്യ പറയുന്നത്. എന്തായാലും ഞങ്ങളും ഈ ഭരണമാറ്റം ഉണ്ടാകുമോ എന്ന് ഉറ്റുനോക്കുകയാണ്. ക്യാമറാമാൻ സതീഷ് പെരുമുളിനൊപ്പം നന്ദകുമാർ, CTV ന്യൂസ്.